എല്ലാവർക്കും നമസ്കാരം. കാലാവസ്ഥ മാറുമ്പോൾ തന്നെ നെഞ്ചിൽ കഫം കെട്ടൽ, രാത്രി കിടന്നാൽ ചുമ, നെഞ്ച് ഞെരുക്കം, കഫക്കെട്ട് എന്നിങ്ങനെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള അവസ്ഥകളിൽ ആയുർവേദത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു പരമ്പരാഗത ഔഷധമാണ് താംബൂലാസവം. താംബൂലം അഥവാ വെറ്റില പ്രധാന ചേരുവയായി വരുന്ന ഒരു ആസവമാണിത്. വെറ്റിലയ്ക്ക് കഫമിളക്കി പുറന്തള്ളാനും ശ്വസനനാളിയിലെ തടസ്സങ്ങൾ കുറയ്ക്കാനും ദഹനശക്തി കൂട്ടാനും സഹായിക്കുന്ന ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ, ദഹനക്കുറവ് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും താംബൂലാസവം ഉപയോഗിക്കാറുണ്ട്. താംബൂലാസവത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ഉപയോഗിക്കേണ്ട ശരിയായ അളവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആസവം എന്നത് തിളപ്പിക്കാതെ പ്രകൃതിദത്തമായി തന്നെ ഫെർമെന്റ് ചെയ്തെടുക്കുന്ന ഒരു ഔഷധ രൂപമാണ്. വെറ്റിലയുടെ നീരും കഷായവും അടിസ്ഥാനമാക്കി ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, ഏലക്കായ തുടങ്ങി നിരവധി മൂലികകൾ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. ഇത് പ്രധാനമായും ശരീരത്തിലെ കഫവാത ദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കും. താംബൂലാസവത്തിലെ വെറ്റിലയും സുഗന്ധദ്രവ്യങ്ങളും ഉഷ്ണവീര്യമുള്ളവയാണ്. ഇവ കട്ടപിടിച്ച കഫത്തെ അലിയിക്കാനും ശ്വസനനാളിയിലെ തടസ്സങ്ങൾ കുറയ്ക്കാനും വായുസഞ്ചാരം സുഗമമാക്കാനും സഹായിക്കും. ശ്വാസം മുട്ടലും ചുമയും കുറയ്ക്കുക, ഹൃദയത്തിന് ബലം നൽകുക, കഫം ഇല്ലാതാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ശ്വസനനാളി പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥകളിൽ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ച് ഞെരുക്കം എന്നിവ ഉണ്ടാകാറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ ശ്വാസനാളികൾക്ക് അയവ് നൽകാനും വായുസഞ്ചാരം സുഗമമാക്കാനും ഇത് സഹായിക്കും. നെഞ്ചിലും ശ്വാസനാളിയിലും കഠിനമായി കട്ടപിടിച്ചിരിക്കുന്ന കഫം ഇളക്കി പുറത്തു കളയാൻ ഇത് നല്ലതാണ്. അതുകൊണ്ട് കഫത്തോടു കൂടിയുള്ള ചുമ, നെഞ്ചിലെ ഭാരം, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന കടുത്ത ചുമ, അലർജി മൂലമുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ്, തൊണ്ടയിലെ അസ്വസ്ഥത എന്നിവയ്ക്കും ഇത് സഹായകരമാണ്. വെറ്റിലയുടെ ഗുണം കാരണം മന്ദഗതിയിലായ ദഹനത്തെ ഉത്തേജിപ്പിക്കാനും ഇത് സഹായിക്കും. ഗ്യാസ് ട്രബിൾ, വിശപ്പില്ലായ്മ, ഭക്ഷണം കഴിച്ചാൽ ഭാരമായി തോന്നുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഇനി താംബൂലാസവം ശരിയായി ഉപയോഗിക്കേണ്ട രീതി നോക്കാം. ഇത് കൃത്യമായ അളവിൽ അനുയോജ്യമായ രീതിയിൽ മാത്രമേ കഴിക്കാവൂ. സാധാരണ ഇത് ഏകദേശം 2 മുതൽ 3 വലിയ ടേബിൾ സ്പൂൺ വരെ കഴിക്കാം. ഇത് ദിവസവും 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് സാധാരണ രീതി. മരുന്നിന്റെ അതേ അളവിൽ ചെറുചൂട് വെള്ളം ചേർത്താണ് കഴിക്കേണ്ടത്. ഇതിൽ എരിവുള്ള ഔഷധങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഉള്ളതിനാൽ അമിതമായി കഴിച്ചാൽ വയറിളക്കം, ആസിഡിറ്റി, നെഞ്ചെരിച്ചിൽ എന്നിവ ഉണ്ടായേക്കാം. വയറിൽ കടുത്ത വ്രണങ്ങളോ അൾസറോ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ വെറും വയറ്റിൽ ഇത് കഴിക്കരുത്. ഇത് തയ്യാറാക്കാൻ ശർക്കര അല്ലെങ്കിൽ കൽക്കണ്ടം ഉപയോഗിക്കുന്നതിനാൽ പ്രമേഹമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കണം. ഇത് ഉഷ്ണവീര്യമുള്ളതായതിനാൽ ഗർഭകാലത്ത് നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കരുത്. ആസ്മ, കടുത്ത ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന എന്നിവ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ മാത്രം ആശ്രയിക്കരുത്. അത്തരം സാഹചര്യങ്ങളിൽ വൈദ്യസഹായം തേടുക.